നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് സാമന്ത റൂത്ത് പ്രഭു. അപ്രതീക്ഷിത വെല്ലുവിളികളാണ് താരത്തിന് തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത്. നാഗചൈതന്യവുമായുള്ള വേർപിരിയലും മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗവും തുടങ്ങിയ പലവിധ പ്രതിസന്ധികൾ താരം അഭിമുഖീകരിച്ചു. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു സാമന്തയുടെയും സംവിധായകൻ രാജ്നിധി മോരുവിന്റെ വിവാഹം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സിനിമയുടെ പ്രൊമോഷൻ ചടങ്ങുകളിൽ പങ്കെടുത്ത സാമന്തയുടെ ചിത്രങ്ങൾ കണ്ട ആരാധകർ താരം ഗർഭിണിയാണോ എന്ന തരത്തിൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് നടി സാമന്ത താൻ ഗർഭിണിയാണെന്ന വാർത്ത ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ്. മായിന്തി ബംഗാരം സിനിമയുടെ സക്സസ് മീറ്റിൽ വെച്ചാണ് താരം ഈ കാര്യം വെളിപ്പെടുത്തിയത്. സിനിമയുടെ വിജയത്തിന് പിന്നാലെ തന്റെ അവസ്ഥ പരിഗണിച്ച് ചെറിയൊരു ഇടവേള എടുക്കേണ്ടതുണ്ടെന്നും പ്രസവ അവധിക്ക് ശേഷം കൂടുതൽ കരുത്തോടെ പുതിയ സിനിമകളുമായി ആരാധകർക്ക് മുന്നിലേക്ക് തിരിച്ചെത്തുമെന്നും സാമന്ത മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നാലെ സദസ്സിലിരുന്നവരെല്ലാം സാമന്തയ്ക്ക് ആശംസകൾ അറിയിച്ചു. ഇതിന്റെ വീഡിയോ പുറത്തുവന്നതോടെ നിരവധി പേരാണ് സാമന്തയ്ക്കും രാജ്നിധി മോരുവിനും ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സിനിമയുടെ പ്രൊമോഷൻ ചടങ്ങുകളിൽ പങ്കെടുത്ത സാമന്തയുടെ ചിത്രങ്ങൾ കണ്ട് ആരാധകർ താരം ഗർഭിണിയാണോ എന്ന തരത്തിൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ചിത്രത്തിന്റെ വിജയത്തോടൊപ്പം തന്നെ സാമന്തയുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് അണിയറ പ്രവർത്തകർ. നിലവിൽ താരം ഗർഭകാലത്തിന്റെ ആദ്യ മാസങ്ങളിലാണെന്നും ഡിസംബറോടെ കുഞ്ഞു ജനിക്കും എന്നാണ് താരത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എപ്പോഴും ഒരു അമ്മയാകാൻ ആഗ്രഹിച്ചിരുന്ന സാമന്തയ്ക്ക് ഇത് കരിയറിലെയും ജീവിതത്തിലെയും ഏറ്റവും മനോഹരമായ നിമിഷമാണെന്നും ചിത്രത്തിന്റെ സംവിധായക നന്ദിനി റെഡ്ഡിയും പ്രതികരിച്ചു. സാമന്ത നായികയായെത്തിയ മായിന്തി ബംഗാരം എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ്. നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത ചിത്രം ഇപ്പോൾ 50 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ്. 19-ാം തീയതിയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. ആദ്യ ആഴ്ച തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സാമന്തയുടെ സോളോ ചിത്രം കൂടിയാണത്. സാമന്ത തന്നെയാണ് ചിത്രം 50 കോടി കടന്ന വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് എന്റെ ലോകമാണ്, നന്ദി എന്നാണ് സാമന്ത കുറിച്ചിരിക്കുന്നത്. യു ടേൺ, ഓ ബേബി, യശോദ തുടങ്ങിയ സാമന്തയുടെ സോളോ റിലീസിന്റെ എല്ലാം കളക്ഷനെയാണ് മായിന്തി ബംഗാരം മറികടന്നിരിക്കുന്നത്. ഗുൽഷൻ ദേവയ്യ, മഞ്ജുഷ മുക്കാവില്ലി, ദിഗന്ത മഞ്ചേല, ഗൗതമി, ശ്രീമുഖി എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. സാമന്ത തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ. ജബർദസ്ത്, ഓ ബേബി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നന്ദിനിയും സാമന്തയും ഒന്നിക്കുന്ന 3ാമത്തെ ചിത്രമാണിത്. സന്തോഷ് നാരായണനാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. സാമന്തയുടെ ജീവിത പങ്കാളിയും നിർമ്മാതാവുമായ രാജ്നിധി മോരുവുമാണ് ചിത്രത്തിന് കഥയൊരുക്കിയിരിക്കുന്നത്. പ്രശസ്ത ബോളിവുഡ് സംവിധായകനായ രാജ്നിധി മോരുവിനെ 2025 ഡിസംബറിലാണ് സാമന്ത വിവാഹം കഴിക്കുന്നത്. കോയമ്പത്തൂരിലെ ഈഷ യോഗ സെന്ററിലുള്ള ലിംഗഭൈരവി ക്ഷേത്രത്തിൽ വെച്ച് അതീവ രഹസ്യമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം. ദി ഫാമിലി മാൻ 2 എന്ന വെബ് സീരീസിന്റെ ചിത്രീകരണത്തിനിടയിലാണ് ഇരുവരും ആദ്യമായി പരിചയപ്പെടുന്നത്. തുടർന്ന് 2024 പുറത്തിറങ്ങിയ സിറ്റാഡൽ, ഹണി ബണ്ണി എന്ന സീരീസിലും ഇവർ ഒന്നിച്ചു പ്രവർത്തിച്ചു. മുൻപ് നടൻ നാഗചൈതന്യയുമായി വിവാഹിതയായിരുന്ന സാമന്ത 2021 ആ ബന്ധം വേർപെടുത്തുന്നത്. രാജ്നിധി മോരുവിന്റെ മുൻ ഭാര്യ ഷാമിലിയുടെയാണ്. പേശികളെ ബാധിക്കുന്ന മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗാവസ്ഥയിൽ നിന്നും പൂർണ്ണമായി മുക്തമായി സാമന്ത സിനിമാ ലോകത്തേക്ക് ശക്തമായി തിരിച്ചെത്തിയ സമയത്താണ് ഈ സന്തോഷ വാർത്ത ആരാധകരെ തേടിയെത്തിയത്. നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത് ജൂൺ 19-ന് തിയേറ്ററുകളിൽ എത്തിയ സാമന്തയുടെ പുതിയ ചിത്രം മായിന്തി ബംഗാരം ഇതിനകം തന്നെ ആഗോളതലത്തിൽ 50 കോടി ക്ലബിലേക്ക് ഇടം പിടിച്ചിട്ടുണ്ട്. സാമന്തയുടെ സ്വന്തം ബാനറായ ട്രാലാല മൂവി പിക്ചേഴ്സ് ആണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ജീവിതത്തിലെ ഈ പുതിയ ഘട്ടത്തിന് ശേഷം താൻ സിനിമയിൽ സജീവമായി തുടരുമെന്ന് താരം ഉറപ്പ് നൽകിയതോടെ വലിയ ആവേശത്തിലാണ് സിനിമാ പ്രേമികൾ. 2 വർഷം മുൻപാണ് മയോസിറ്റിസ് എന്ന അപൂർവ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ച് സാമന്ത തന്നെ വെളിപ്പെടുത്തിയത്. 1,00,000 മുതൽ 22 വരെ ആളുകൾക്ക് വരാവുന്ന പേശികൾക്ക് നീർക്കെട്ടുണ്ടാക്കുന്ന അപൂർവ രോഗാവസ്ഥയാണ് മയോസിറ്റിസ്. രോഗം ഗുരുതരമായിരുന്ന കാലഘട്ടത്തിൽ താരത്തിന് കർശന ഭക്ഷണ നിയന്ത്രണമായിരുന്നു ഉണ്ടായിരുന്നത്. ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റായിരുന്നു സാമന്ത പിന്തുടർന്നത്. ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്ത് സിനിമയിൽ സജീവമാകുകയാണ് സാമന്ത. ഇന്ന് തന്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെട്ടുവെന്ന് സാമന്ത തന്നെ അടുത്തിടെ നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും കഴിക്കാനായില്ല. ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒരേ ഭക്ഷണമായിരുന്നു കഴിച്ചിരുന്നത് എന്നും സാമന്ത പറഞ്ഞിരുന്നു. ഡയറ്റിൽ ചീറ്റ് ഡേ എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഈ നിയന്ത്രണങ്ങൾക്കൊടുവിൽ ആദ്യമായി ഞാൻ കഴിച്ചത് ജലാറ്റോയാണ്.
പാലും പഞ്ചസാരയും ഇല്ലാതെ തയ്യാറാക്കുന്ന ഒരു വിഭവമാണത്. ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു കഴിക്കാൻ അവസരം. ആ ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്റെ പുതിയ പൂച്ചയ്ക്ക് പേരിട്ടിരിക്കുന്നതും ജലാറ്റോ എന്നാണെന്നും സാമന്ത പറഞ്ഞിരുന്നു. തന്റെ അടുക്കള വളരെ പ്രവചനാതീതമാണെന്നും അവിടെ തീർച്ചയായും കാണുന്ന ചില ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടായിരിക്കും. ക്രൂസിഫറസ് പച്ചക്കറികൾ, നെയ്, കോൾഡ് കംപ്രസ് ഓയിൽ, ധാരാളം മഞ്ഞൾ, ആരോഗ്യകരമായ കൊഴുപ്പ്, മുള്ളങ്കി, അക്കായി ബെറികൾ എന്നിവയാണതെന്നും സാമന്ത മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം കഴിഞ്ഞ ഡിസംബറിലായിരുന്നു സംവിധായകൻ രാജ്നിധി മൂരുവും നടി സാമന്ത റൂത്ത് പ്രഭുവും തമ്മിലുള്ള വിവാഹം. ഏറെ സ്വകാര്യമായി നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. ഇപ്പോഴിതാ സാമന്തയെക്കുറിച്ച് രാജിന്റെ സഹോദരി ശീതൾ നിധി മൂരു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പും ആരാധകർക്കിടയിൽ ചർച്ചയായി മാറിയിരുന്നു. ഏറെ വൈകാരികമായ കുറിപ്പിനൊപ്പം സാമന്തയ്ക്കൊപ്പമുള്ള ചിത്രവും ശീതൾ പോസ്റ്റ് ചെയ്തിരുന്നു. ഹൈദരാബാദിലെ സാമന്തയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു രാത്രി സുഖമില്ലാതായെന്നും പുലർച്ചെ 3 മണിവരെ സാമന്ത തന്നെ പരിചരിച്ചുവെന്നും അവർ പറഞ്ഞിരുന്നു. തൊട്ടടുത്ത ദിവസം മുഴുവൻ ഷൂട്ടിംഗ് ഉണ്ടായിട്ടും സാമന്ത തന്റെ അടുത്തിരുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു. താൻ സാമന്തയുടെ സിനിമകൾ കണ്ടിട്ടില്ലെങ്കിലും അവളുടെ ഉള്ളിലെ സഹാനുഭൂതിയും നന്മയും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ശീതൾ കുറിച്ചു തുടങ്ങുന്നത്. സാമന്തയുടെ വിവാഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹൈദരാബാദിലെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് സംഭവം. അർദ്ധരാത്രി എനിക്ക് കടുത്ത പനിയും ഛർദിയും തലവേദനയും അനുഭവപ്പെട്ടു. എഴുന്നേറ്റ് പോയി മരുന്ന് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആരെയും ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതി മടിച്ചെങ്കിലും ഒടുവിൽ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സഹായം ചോദിച്ച് മെസ്സേജ് അയച്ചു. മരുന്നുകളും പുതപ്പും എവിടെയാണെന്ന് അറിയുമോ? എനിക്ക് തണുത്തു വിറയ്ക്കുന്നു എന്നാണ് മെസ്സേജ് അയച്ചത്. നിമിഷങ്ങൾക്കകം സാമന്തയുടെ മറുപടി വന്നു. ഞാനിതാ വരുന്നു എന്നായിരുന്നു മറുപടി. അവർ വീട്ടിലെ മറ്റാരെയും ഉണർത്തിയില്ല. എന്റെ സഹോദരനോട് പോയി നോക്കാൻ പറഞ്ഞതുമില്ല. അവർ സ്വയം എന്റെ വീട്ടിലേക്ക് ഓടിയെത്തി. പുതപ്പ് തിരഞ്ഞിട്ട് കിട്ടാതായപ്പോൾ വലിയ ടവലുകളെടുത്ത് എന്നെ പുതപ്പിച്ചു. മരുന്നും വെള്ളവും തന്നു. എന്നെ ചേർത്ത് പിടിച്ചു. അന്ന് രാത്രി മുഴുവൻ അവർ ഉറങ്ങിയില്ല എന്ന കാര്യമാണ് എന്നെ കൂടുതൽ സ്പർശിച്ചത്. സാമന്തയ്ക്ക് കൂടുതൽ തിരക്കുള്ള സമയമായിരുന്നു അത്. വിവാഹവുമായി ബന്ധപ്പെട്ട ഓട്ടപ്പാച്ചിലുകൾ അവസാനിച്ചിരുന്നില്ല. എന്നെ പരിചരിച്ചത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർക്ക് സിനിമയുടെ സെറ്റിൽ റിപ്പോർട്ട് ചെയ്യുകയും വേണമായിരുന്നു. അന്ന് പനിയെല്ലാം മാറിയ ശേഷം ഷൂട്ടിംഗ് സ്ഥലത്തെത്തിയ ഞാൻ അത്ഭുതപ്പെട്ടു. അവർ സാരിയെല്ലാം ഉടുത്ത് സ്വന്തമായി സ്റ്റണ്ട് രംഗങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഉറക്കം കളഞ്ഞതിന്റെ ക്ഷീണവും തളർച്ചയും ഒന്നും മുഖത്തുണ്ടായിരുന്നില്ല. ബ്രേക്കിനിടയിൽ അവർ എന്റെ അടുത്ത് വന്ന് ആദ്യം ചോദിച്ചത് ഷൂട്ടിങ്ങിനെ കുറിച്ച് ആയിരുന്നില്ല, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നായിരുന്നു. ആ സ്ക്രീനിൽ കാണുന്ന ചിരിക്ക് പിന്നിൽ ഇത്രയും ദയയുള്ള ഒരു ഹൃദയമുണ്ടെന്ന് സിനിമ കാണുന്ന പലർക്കും അറിയില്ല. സ്വന്തം ജീവിതം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ പോലും മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ വലിയൊരു മനസ്സ് വേണം. അതാണ് സാമന്ത. അതുകൊണ്ടാണ് മായിൻഡി ബംഗാരം എന്ന സിനിമയുടെ പേര് കേൾക്കുമ്പോൾ എന്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകുന്നത്. ആ സിനിമ തിയേറ്ററിൽ കാണുന്നതിന് എത്രയോ മുൻപ് തന്നെ എന്റെ ജീവിതത്തിലെ യഥാർത്ഥ ബംഗാരത്തെ ഞാൻ കണ്ടുമുട്ടിയിരുന്നു എന്നായിരുന്നു ശീതൾ കുറിച്ചത്. You're watching me and you're watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.